ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ദിവസം കൂടി യേശുക്രിസ്തുവിൻ്റെ വചനം ധ്യാനിക്കുവാനും കർത്താവിൻ്റെ വചനത്തോട് ചേർന്നിരിക്കുവാനും കർത്താവ് നമുക്ക് സാവകാശം തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. നാം കൂടെ വചനം കേൾക്കുന്നവരാണ്. ദിനംതോറും ദൈവത്തിൻ്റെ വചനം നാം ധ്യാനിക്കുന്നവരാണ്. നാം ദൈവത്തോട് അടുത്ത് ജീവിക്കുവാൻ സമർപ്പണം എടുത്തിട്ടുള്ളവരാണ് ബഹുഭൂരിപക്ഷം പേരും. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ അനേകരും ഒരാത്മാവുണ്ടെന്നോ മരണത്തിനപ്പുറം നിത്യതയുണ്ടെന്നോ, മനുഷ്യൻ ഈ ഭൂമിയിലെ മരണത്തിനപ്പുറം നിത്യതയിലെ ദൈവരാജ്യത്തിൽ എത്തണമെന്നുള്ള ആ ഒരു നിർബന്ധബോധത്തോടു കൂടിയോ ജീവിക്കുന്നവർ വളരെ കുറവുള്ള ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചു, എന്തിനെല്ലാമോ വേണ്ടി ജീവിക്കുന്നു. അതിലധികമായി ഒരാത്മാവുണ്ടെന്നോ ആത്മാവിനെക്കുറിച്ച് കരുതലുള്ളവനായി ജീവിക്കണമെന്നോ അനേകരും ചിന്തിക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. മനുഷ്യൻ ആത്മാവിൽ ജീവനുള്ളവനാണോ മരിച്ചിരിക്കുന്നവനാണോ എന്ന് അനേകരും ചിന്തിക്കുന്നില്ല. ആത്മാവിൻ്റെ ജീവനും മരണമെന്നുള്ള ആ വിഷയത്തെക്കുറിച്ച് ഇന്ന് ക്രിസ്ത്യാനികളെന്ന് പറയുന്ന സഭകളോട് ചേർന്ന് നിൽക്കുന്ന അനേകർക്കും അതൊരു ചിന്താ വിഷയം പോലുമല്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ, തിരുവചനത്തിൽ നമ്മെ ഓർപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് പാപം ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്, എവിടെ വെച്ചാണ് മനുഷ്യ ജീവിതത്തിലേക്ക് പാപം കടന്നു വന്നത് എന്ന്. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെ പാപം ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എന്ന്. മനുഷ്യ ജീവിതത്തെ സ്വാധീനം ചെയ്യുന്നതായ മാരകമായൊരു വിപത്തായി പാപം ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എന്ന് വായിക്കാം നമുക്ക്. അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഒരു മനുഷ്യൻ മൂലമാണ് പാപം ലോകത്തിലേക്ക് വന്നത്. ആ പാപം മൂലമുള്ള മരണവും ലോകത്തിലേക്ക് വന്നു എന്നാണ് അപ്പോസ്തലൻ അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു വന്നു. പാപമുള്ള മനുഷ്യൻ്റെ ആത്മാവ് മരണത്തിലാണെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പാപം വന്നതുകൊണ്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? മരണമാണ്. ഈ പുറമേയുള്ള മനുഷ്യൻ്റെ മരണമല്ല, എന്നാൽ ആത്മീകമായ മരണമാണ് പാപത്തിൻ്റെ ഫലമായി മനുഷ്യജീവിതത്തിൽ കടന്നു വരുന്നത്. നമുക്കറിയാം, ഈ ലോകത്തിൽ ഇന്ന് മനുഷ്യൻ ഏത് ജോലി ചെയ്താലും അതിന് പ്രതിഫലമുള്ള, ശമ്പളമുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. മനുഷ്യൻ്റെ ചെറുതും വലുതുമായ എല്ലാ പ്രയത്നങ്ങൾക്കും പ്രതിഫലമുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട് പാപം ചെയ്യുന്ന മനുഷ്യന് എന്താണ് പ്രതിഫലം കിട്ടുന്നതെന്ന്. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പാപം ചെയ്യുന്ന മനുഷ്യന് എന്താണ് ലഭിക്കുന്നത് എന്ന്. വായിക്കാം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്ന്. പാപത്തിൻ്റെ ശമ്പളമാണ് ആത്മീകമായ മരണം. ഈ ലോകത്തിൽ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ജോലികൾക്കും പ്രതിഫലമുള്ളതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ കടന്നു വരുന്ന പാപമെന്ന ആ വിപത്തിന് മനുഷ്യന് ലഭിക്കുന്ന ഒരു പ്രതിഫലമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ശമ്പളമാണെന്ന് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പാപത്തിൻ്റെ ശമ്പളമായിട്ട് മനുഷ്യന് ലഭിക്കുന്നത് മരണമാണ്. അത് ഈ ശാരീരികമായ ഒരു മരണമല്ല എങ്കിൽ മനുഷ്യനത് തിരിച്ചറിഞ്ഞേനെ. എന്നാൽ ആത്മീയമായ മരണം, ആത്മാവ് മരിക്കുന്നു, ആത്മാവ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എന്താണ് ആത്മീയമായ മരണമെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ദൈവവും മനുഷ്യനുമായുള്ള ആ ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നതാണ് പാപമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏദൻ തോട്ടത്തിൽ നാം പഠിച്ചിട്ടുണ്ട്, ആദാമിനെ സ്വർഗത്തിലെ ദൈവം സ്വന്തം കൈകൊണ്ട്, സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സ്വന്തം കൈകൊണ്ട് മെനഞ്ഞ് സ്വന്തം ജീവശ്വാസം മനുഷ്യൻ്റെ മൂക്കിലൂതി അവനെ ജീവനുള്ളൊരു ദേഹിയാക്കി, ജീവനുള്ളൊരു മനുഷ്യനാക്കി ദൈവം ഏദൻ തോട്ടത്തിലാക്കിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം മനുഷ്യനെ ഈ ഭൂമിയിലാക്കിയപ്പോൾ അവന് കൽപ്പനകൾ കൊടുത്തിരുന്നു. മനുഷ്യന് ദൈവം
ദൈവം പ്രമാണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ തിരുവചനം നാം പഠിക്കുമ്പോൾ മനുഷ്യൻ പ്രമാണമുള്ളവനാണ്, ദൈവത്തിൻ്റെ മക്കൾ പ്രമാണമുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, ആ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഒരിക്കലും തിരിയാൻ ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഏദൻ തോട്ടത്തിലാക്കിയ ആദാമിന് ദൈവം ഒരു പ്രമാണം കൊടുത്തിരുന്നു. എന്ത്? തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ വൃക്ഷമായ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒറ്റ കൽപ്പനയെ, ഒരു കാര്യം മാത്രമേ ദൈവം അരുതേ എന്ന് ആദാമിന് കൽപ്പന കൊടുത്തിട്ടുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അതിനോട് ചേർത്ത് അവിടെ നമുക്ക് വായിക്കാൻ കഴിയും എന്താണ് ആ വൃക്ഷഫലം തിന്നാൽ ഉണ്ടാകുന്നത് എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കാം. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. ദൈവം മനുഷ്യന് കൽപ്പന കൊടുക്കുകയാണ്, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ ഭക്ഷിക്കാം, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവത്തിന് ദൈവം ചേർത്ത് പറഞ്ഞു, ആ ഒരു വൃക്ഷത്തിൻ്റെ, നന്മതിന്മകളെക്കുറിച്ച് തിരിച്ചറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം അത് നീ തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആദാമിനത് വേണ്ടതുപോലെ മനസ്സിലായി കാണുമോ അറിഞ്ഞുകൂടെ. എന്നാൽ ദൈവം തൻ്റെ ആ കൽപ്പന, ന്യായപ്രമാണം, മനുഷ്യനുള്ള പ്രമാണമാണ് ഒന്നാമത് ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമിന് കൊടുത്തത്. നീ ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, അതിൻ്റെ പരിണിത ഫലം എന്താണെന്നും ദൈവം ആദാമിനോട് പറഞ്ഞു, അത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. വളരെ കർശനമായ ഒരു കൽപ്പനയായിരുന്നു അത്. ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കി, ദൈവത്തോട് അവനെ സഹിത്വമുള്ളവനാക്കി ഏദൻ തോട്ടത്തിലാക്കി. പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം ദിവസവും വെയിലാറുമ്പോൾ ഏദൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ സൃഷ്ടികളോട് കൂടെ ഏദൻ തോട്ടത്തിൽ ദൈവം നടന്ന നല്ല നാളുകളുണ്ടായിരുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. ആദാമും ഹവ്വായും ദൈവത്തോട് കൂടെ നടന്ന നാളുകൾ, ദൈവത്തിൻ്റെ സഹിത്വത്തിൽ ജീവിച്ച നാളുകൾ, ഒരുമിച്ച് സംസാരിച്ച നാളുകൾ, ഒരുമിച്ചവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന നാളുകൾ. പ്രിയപ്പെട്ടവരെ, ദൈവവും മനുഷ്യനും ഒരുമിച്ച് പ്രമോദമായി സന്തോഷമായി ജീവിച്ചതായ കാലങ്ങൾ. അപ്പോഴും ദൈവം കൊടുത്ത കൽപ്പന എവിടെയുണ്ട്? എന്ത്? ആ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ആ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, എത്ര വർഷം ആദാമും ഹവ്വായും ഏദൻ തോട്ടത്തിൽ ജീവിച്ചുവെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ആദാം ഏകനായിരുന്നപ്പോൾ ദൈവം മനുഷ്യനിലേക്ക് നോക്കിയപ്പോൾ അവന് എന്തോ ഒരു കുറവുണ്ട്, ഏതോ ഒരു പൂർണ്ണത കുറവുണ്ട് എന്ന് ദൈവം കണ്ടതുകൊണ്ട് നാം വായിക്കുന്നുണ്ട്, ആദാമിനൊരു ഗാഠനിദ്ര കൊടുത്ത് ആദാമിൻ്റെ ഒരു വാരിയെല്ലെടുത്ത് അതിനെ ഒരു സ്ത്രീയാക്കി ആദാമിൻ്റെ മുമ്പിൽ ദൈവം നിർത്തിയെന്ന്. ദൈവത്തിന് സ്തോത്രം. നല്ല മനോഹര രൂപിണിയായ സുന്ദരിയായ ഒരു സ്ത്രീയാക്കി ആദാമിൻ്റെ മുമ്പിൽ ഹവ്വായെ നിർത്തിയെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ കണ്ടതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് അന്ന് ദൈവമോട് ഒരു വചനം പറഞ്ഞിട്ടുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വായെയും ആക്കുമ്പോൾ തന്നെ ദൈവം മനുഷ്യ ജീവിതത്തിൽ ഒരു പ്രമാണം ഇവിടെ വെക്കുന്നുണ്ട്. വായിക്കാം. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഏകദേഹമായി ദൈവമക്കളെ, അത് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചിരിക്കുന്നതാണ്, മനുഷ്യനെക്കുറിച്ച് ദൈവം അരുളി ചെയ്തതാണ്. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരുമെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് ഒരു കാലത്ത് ഉൽപ്പത്തിയിൽ ആദ്യകാലത്ത് മനുഷ്യന് കൊടുത്തതാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ആ പ്രമാണത്തിന് ഒരിക്കലും വേദപുസ്തകത്തിൽ
മാറ്റം വന്നിട്ടില്ല. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോഴും അത് തന്നെയാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട കർത്താവ് തൻ്റെ പരസ്യശ്രൂഢ കാലങ്ങളിലും ആ ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യന് കൊടുത്ത ആ വചനമാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. നമുക്ക് വായിച്ചേക്കാം. സൃഷ്ടിയുടെ ആരംഭത്തിങ്കലോ ദൈവം അവരെ ആണും പെണ്ണുമായി ഉണ്ടാക്കി. സൃഷ്ടിയുടെ ആരംഭത്തിലോ ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി ഉണ്ടാക്കി. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഇരുവരും ഒരു ദേഹമായി തീരും. അങ്ങനെ അവർ പിന്നെ രണ്ടല്ല, ഒരു ദേഹമത്രേ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. മനുഷ്യൻ തൻ്റെ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന്. അവർ രണ്ടല്ല, ഒന്നത്രേ എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കാലം കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്ന് പരിശുദ്ധാത്മാവ് സഭയെ നടത്തിയപ്പോഴും അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഭാര്യയെയും ഭർത്താവിനെയും കുറിച്ച്, ഭാര്യാഭർത്തൃ ജീവിതത്തെക്കുറിച്ച്, ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് അവിടെയും ഇത് തന്നെയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. വായിക്കാം നമുക്ക്. അതുനിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഇരുവരും ഒരു ദേഹമായി തീരും. ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഈ മർമ്മം വലിയത്. പ്രിയപ്പെട്ടവരെ, അവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഈ ഭാര്യാഭർത്തൃ ബന്ധം അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ബന്ധം അതൊരു മർമ്മമാണ്. ഈ മർമ്മം വലിയതാണ്. ചേർത്ത് പറയുകയാണ്. വായിക്കാം. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അരുമ മണവാളനായ ക്രിസ്തുവും സഭയാകുന്ന മണവാട്ടിയും തമ്മിലുള്ള പിരിയാത്ത അഭേദ്യമായ ആ സ്നേഹബന്ധം പോലെയാണ് ഭാര്യാഭർത്തൃബന്ധമെന്ന്. ഒന്നുകൂടി തിരിച്ചു പറഞ്ഞാൽ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വിട്ടുപിരിയാൻ പറ്റാത്ത ആ ഏകദേഹമായി തീരുന്ന, ഒരുമിച്ച് ജീവിക്കുന്ന ആ സ്നേഹത്തിൻ്റെ അനുഭവമാണ് സഭയും ക്രിസ്തുവും തമ്മിലെന്ന്. പ്രിയപ്പെട്ടവരെ, അതൊരു മർമ്മമാണെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, അത് വലിയൊരു മർമ്മമാണെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ആധുനിക യുഗത്തിൽ മനുഷ്യന് മനസ്സിലാകാൻ കഴിയാത്തതോ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയാത്തതായ വലിയൊരു മർമ്മമായി അത് ഇന്നും മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുകയാണ്. ഭാര്യാഭർത്തൃ ജീവിതം, കുടുംബബന്ധം. പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും ഒരു മനസ്സായി, ഐക്യമായി, സന്തോഷമായി, സമാധാനമായി കുടുംബജീവിതം നയിക്കുക എന്ന്. ഇന്ന് അനേക കുടുംബങ്ങളിലും പ്രിയപ്പെട്ടവരെ, അത് ഒരു കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു കാര്യമായി തീർന്നിരിക്കുകയാണ്. പഴയ കാലങ്ങളിൽ വിവാഹം കഴിഞ്ഞ് കുറേ നാളുകൾ കഴിയുമ്പോൾ പല കുടുംബങ്ങളിലും അക്കച്ചക്കലുകളും ഇഷ്ടക്കുറവുകളും പ്രിയപ്പെട്ടവരെ വിവാഹബന്ധങ്ങൾ വേർപെട്ടു പോകുന്ന ഒരു കാലമെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വിവാഹത്തിൻ്റെ ആദ്യ രാത്രി തന്നെ വേർപിരിയുന്ന ഭാര്യാഭർത്താക്കന്മാരുണ്ട്. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ കുടുംബബന്ധം വേണ്ട എന്നും ഇത് ഒരുമിച്ച് പോകുകയില്ല എന്നും തീരുമാനിക്കുന്ന കാലങ്ങളുണ്ട്. പ്രിയപ്പെട്ടവർ, ഇന്ന് ആധുനിക യുഗത്തിൽ മനുഷ്യൻ കണ്ടുമുട്ടി കുറേ കാലമൊക്കെ കൂടി ജീവിച്ച് അവരിടപഴകി ജീവിച്ചിട്ട് വിവാഹം കഴിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് വിവാഹ ജീവിതങ്ങൾ, കുടുംബജീവിതങ്ങൾ താറുമാറായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത്, ഏദൻ തോട്ടത്തിൽ ദൈവം ഭാര്യയെയും ഭർത്താവിനെയും കുറിച്ച് പറഞ്ഞ ആ പ്രമാണം വേദപുസ്തകത്തിൽ പിന്നീട് മാറ്റമില്ലാതെ പുതിയ നിയമത്തിലും അത് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് നോക്കി ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബ ബന്ധങ്ങളിലേക്ക്, ഭാര്യയും ഭർത്താവുമായിട്ടുള്ള കുടുംബത്തിലേക്ക്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഭാര്യയും ഭർത്താവുമായി സന്തോഷമായ ജീവിതം നയിക്കാൻ കഴിയുന്നുണ്ടോ? തിരുവചനം പറയുന്നു, അവർ രണ്ടല്ല ഏകരേഖമായി തീരുമെന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊരു ഒരു മനസ്സ്, ഐക്യമുള്ള കുടുംബജീവിതം നയിക്കാൻ നമുക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ദൈവമക്കളെ, ഇന്ന് നമ്മുടെ കൂട്ടായ്മയിലേക്ക് നോക്കിയാലും കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്നു. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല, ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല. ദൈവമക്കളെ, പലപ്പോഴും ചീറിക്കിടഞ്ഞ അല്ലെങ്കിൽ ദുഃഖം മൂടിയ, മ്ലാനത മൂടിയ അന്തരീക്ഷമാണ് പല കുടുംബങ്ങളിലും. ഒരുപക്ഷെ അവിടെ കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം. ഈ കുഞ്ഞുങ്ങൾ
ഈ ദുഃഖത്തിൻ്റെയും മ്ലാനതയുടെയും ആ കറുത്ത അധ്യായത്തോട് ചേർന്നാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ഭാവിയും ഇരുളടഞ്ഞതായി തീരുകയാണ്. കാരണം അവർക്ക് ലഭിക്കേണ്ട സ്നേഹമോ വാത്സല്യമോ സന്തോഷമോ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്നില്ല. കാരണം അവരുടെ ജീവിതം താറുമാറായി കിടക്കുകയാണ്. ദൈവമക്കളെ, യേശുക്രിസ്തുവിൻ്റെ വചനം ഓർപ്പിക്കുകയാണ്, മനുഷ്യൻ തൻ്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് മനുഷ്യൻ വളരെ ബന്ധപ്പെടുന്ന ഒരു കാലമാണ്. അത്യധ്വാനം ചെയ്യുകയാണ് കുടുംബജീവിതം മുന്നോട്ട് നയിക്കാൻ. എന്നാൽ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ നിസ്സാരനായ എൻ്റെ അനുഭവത്തോട് ചേർത്ത് ഞാൻ പറയും. ഞാൻ 26-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു. പ്രിയപ്പെട്ടവരെ, എൻ്റെ 34-ാമത്തെ വയസ്സ് വരെ എൻ്റെ കുടുംബജീവിതവും ഒരു നരകതുല്യമായിരുന്നു. പൊരുത്തപ്പെട്ടു പോകാത്ത, സാമരസ്യപ്പെട്ടു പോകാത്ത, ഐക്യതയില്ലാതിരുന്ന, സന്തോഷമില്ലാതിരുന്ന കുടുംബജീവിതമായിരുന്നു. പ്രിയപ്പെട്ടവരെ, കുടുംബ ബന്ധങ്ങളുണ്ട്, ഭാര്യാഭർത്തൃ ബന്ധമുണ്ട്, എന്നാൽ ഐക്യമില്ല, സ്നേഹബന്ധമില്ല. ദൈവമക്കളെ, അതെല്ലാം യാന്ത്രികമായി ഇഷ്ടക്കുറവുകളോടെ, മുഷിച്ചിലുകളോടെ, നിരാശയുടെ കണ്ണുനീരുകളോടെ, ആ ആശങ്കയോടെ എല്ലാം തള്ളി നീക്കിയ കാലങ്ങൾ. ഈ കാലങ്ങളിലൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, എത്രയോ നല്ല നല്ല കാലങ്ങൾ ഐക്യമായി കഴിയാൻ കഴിയാതെ പാഴായിപ്പോയി എന്ന്. എന്നാൽ ദൈവമക്കളെ, ഞാൻ ഇന്ന് എൻ്റെ യേശുക്രിസ്തുവിൻ്റെ കൃപയിൽ ചാരി നിന്നുകൊണ്ട് പറയും, എൻ്റെ 34-ാമത്തെ വയസ്സിൽ നസ്രായനായ യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ആ നാളുകൾ മുതൽ ദൈവമക്കളെ, ഇന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്താണ് ഭാര്യാഭർത്തൃ ജീവിതമെന്ന്, ഭാര്യയും ഭർത്താവുമുള്ള ആ ഒരു മനസ്സ് എന്താണെന്ന്. പ്രിയപ്പെട്ട യോഹന്നാൻ സാർ ഉണ്ടായിരുന്ന കാലത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഭാര്യാഭർത്തൃ ജീവിതത്തിൽ ഒരു ഇന്നർ ഹാർമണി ഉണ്ട് എന്ന്, കുടുംബജീവിതത്തിൽ ഒരു ഇന്നർ ഹാർമണി ഉണ്ട് എന്ന്. ദൈവമക്കളെ, ഈ നിസ്സാരനായ ഞാൻ പറയും, ഇന്ന് യേശുക്രിസ്തുവിനോട് കൂടെ സന്തോഷമുള്ള ഒരു കുടുംബജീവിതം നയിക്കാൻ, ഭാര്യാഭർത്തൃ ജീവിതം നയിക്കാൻ ദൈവമക്കളെ കർത്താവ് എനിക്ക് കൃപ തന്നിട്ടുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കി പലപ്പോഴും ഓർക്കാറുണ്ട്, എത്രയെത്ര നല്ല കാലങ്ങൾ പാഴായിപ്പോയി എന്ന്. ഞാൻ എളിമയോടെ ചോദിക്കട്ടെ, പ്രിയപ്പെട്ട സഹോദര, യൗവനക്കാരി, നിന്റെ കുടുംബബന്ധം ശിഥിലമായിരിക്കുകയാണോ? നിന്റെ ഭാര്യാഭർത്തൃബന്ധം ശിഥിലമായിരിക്കുകയാണോ? അത് അക്കച്ചക്കലുകളും നിരാശയുടെ കണ്ണുനീരും നെടുവീർപ്പുകളും കോപത്തിൻ്റെ വാക്കുകളും അട്ടഹാസങ്ങളും ഉള്ളതാണോ? ദൈവത്തിൻ്റെ സ്തോത്രം. കിടപ്പറയുടെ വാതിലടച്ചാൽ അവിടെ സന്തോഷമുണ്ടോ? അവിടെ ഐക്യമുണ്ടോ? അവിടെ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കണം. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ യേശുക്രിസ്തുവിൻ്റെ വചനം ഒരു മനുഷ്യൻ്റെ ഉള്ളത്തിലേക്ക് ബലമായി എടുത്തു കൊടുക്കുവാൻ ഒരു ശുശ്രൂഷക്കാർക്കും കഴിയുകയില്ല, ഒരു ആത്മനിർഭുള്ളവർക്കും കഴിയുകയില്ല. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് സമാധാനം അനുഭവിക്കണമെങ്കിൽ, സ്വസ്ഥത അനുഭവിക്കണമെങ്കിൽ, കുടുംബജീവിതത്തിൽ സന്തോഷമായിട്ട് പോകണമെങ്കിൽ, ഈ നസ്രായനായ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ ദൈവമക്കളെ, അക്കച്ചിലക്കൾ മാറും, ഇഷ്ടക്കുറവുകൾ മാറും, സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കാൻ തുടങ്ങും. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് ആർക്കും എടുത്തു തരാൻ കഴിയുകയില്ല. അത് ഞാനും നിങ്ങളും സ്വമനസാലെ നാം പ്രാർത്ഥിക്കണം, നാം വിളിക്കണം, കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന്, നീ എൻ്റെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന്, കർത്താവേ, എൻ്റെ കുടുംബത്തിലേക്ക് അവിടുന്ന് ഒന്ന് നോക്കണമേ എന്ന്. നിൻ്റെ അദൃശ്യമായ കരം ഞങ്ങളുടെ തകർന്നുപോയ ഭാര്യാഭർത്തൃ ജീവിതത്തിൽ ഒന്ന് വെക്കണമേ എന്ന്. ദൈവമക്കളെ, ഇന്ന് കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ? ആ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് ദൈവം കൽപ്പിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ തിരുവചനം നാം വായിക്കുമ്പോൾ ആദാമിൻ്റെ ആയുഷ്കാലത്തെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആദാം 930 വർഷം ജീവിച്ചു എന്ന് ഈ ഭൂമിയിൽ. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ മുന്നമേ പറഞ്ഞല്ലോ, എത്ര കൊല്ലം ഏതെന്ത് തോട്ടത്തിൽ ജീവിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ആദാമിൻ്റെ ആകെ ആയുഷ്കാലം 930 വർഷമായിരുന്നു. ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു 100 വയസ്സുള്ളപ്പോൾ ആദാമിനെ ഏതെന്ത് തോട്ടത്തിൽ നിന്ന് പാപം മൂലം പിശാചിൻ്റെ ആലോചനയ്ക്ക് പ്രിയപ്പെട്ടവരെ ആദാമും ഹവ്വയും വശപ്പെട്ടതുകൊണ്ട് ദൈവം ആദാമിനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഈ ആത്മീയ മരണം. ദൈവം പറഞ്ഞു, ആ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്താണ് പ്രിയപ്പെട്ടവരെ ആ മരണം? എളുപ്പത്തിൽ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുവരെ ദൈവത്തോട് കൂടെ നടന്ന, ഏദൻ തോട്ടത്തിൽ നിത്യനായ ദൈവത്തിൻ്റെ സഹിത്വത്തിൽ ചേർന്ന് ജീവിച്ച ആദാമിന് പിന്നെ ദൈവവുമായിട്ടുള്ള
ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. ഏദൻ തോട്ടത്തിൻ്റെ സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ സ്തോത്രം. ദിവസവും വെയിലാറുമ്പോൾ നിത്യനായി ദൈവം ഇറങ്ങി വന്നിരുന്ന ആ ഏദൻ തോട്ടത്തിൽ പ്രിയപ്പെട്ടവരെ മനുഷ്യന് പ്രവേശനമില്ല. നാം വായിക്കുന്നുണ്ട്, ആദാമിനെ ഹവ്വായി ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി തിരിയുന്ന വാളുമായി കെരൂബുകളെ കാവലാക്കി നിർത്തിയെന്ന്. ആദാമിൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കലും പിന്നെ ഏദൻ തോട്ടത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ദൈവമക്കളെ, എന്താണ് അത് തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് ദൈവം പറഞ്ഞത്? ആദാം ആക്ഷരികമായി മരിച്ചില്ല, എന്നാൽ അവന് ദൈവവുമായിട്ടുള്ള ആ സംസർഗം നഷ്ടപ്പെട്ടു പോയി, ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അത് ആർക്ക് മനസ്സിലാക്കാൻ കഴിയും? ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു സാധാരണ ക്രിസ്ത്യാനിക്ക് മനസ്സിലാകുന്ന കാര്യമല്ല. എന്നാൽ ആദാമിനത് മനസ്സിലായി കാണും. കാരണം ദൈവത്തോട് കൂടെ നടന്നത്. ഞാൻ പറയും ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ കുറേ കാലമെങ്കിലും വസിച്ച് ഈ ആത്മാവിൻ്റെ ജീവൻ എന്താണെന്നോ, ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണെന്നോ, യേശുക്രിസ്തുവിനോടുള്ള സ്നേഹബന്ധമാണെന്നോ, യേശുവിനോട് സംസാരിക്കുന്ന ആ ആത്മീയ അനുഭവം എന്താണെന്നോ, യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യ ഹൃദയത്തിൽ വസിച്ച് ഒരു മനുഷ്യന് നടത്തുന്ന ആ സ്വർഗീയമായ അനുഭവങ്ങളെല്ലാം ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള, അല്ല കുറേ കാലമെങ്കിലും അനുഭവത്തിൽ നിന്നിട്ടുള്ളവർക്ക് ഈ ബന്ധം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അറിയാൻ കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആദാമിൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആ ബന്ധത്തിലേക്ക് ഈ ലോകത്തിൽ വെച്ച് മടങ്ങി വരാൻ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ പുതിയ വിശ്വാസികളായ നമുക്കിന്ന് ആത്മീയമായ മരണത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൻ്റെ ജീവനിലേക്ക് കടന്നു വരാൻ, ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. നമുക്ക് വായിക്കാം റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഏകമനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി. ഏകമനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ദൈവമക്കളെ, എന്താണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരേണ്ടി വന്നത്? എന്താണ് യേശുക്രിസ്തു കാൽവരിയിൽ മനുഷ്യന് വേണ്ടി മരിക്കേണ്ടി വന്നത്? മനുഷ്യൻ പാപത്തിൽ വീണതുകൊണ്ടാണ്. ആദാം വിലക്കപ്പെട്ട കനി ഏദൻ തോട്ടത്തിൽ വെച്ച് രുചി നോക്കിയത് കൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു, പിതാവായ ദൈവത്തിൻ്റെ അരുമകുമാരനായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് പാപിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഒരു നീചനെ പോലെ മരിക്കേണ്ടി വന്നത്. അപ്പോസ്തലൻ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഏകമനുഷ്യനായ ആദാമിൻ്റെ പാപം മൂലം ആത്മീക മരണം മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നുവെങ്കിൽ ഏകമനുഷ്യനായ ആ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം മൂലം അനേകർക്ക് നീതീകരണം ലഭിക്കുകയാണ്, ആത്മീയമായ ജീവൻ മടക്കി ലഭിക്കുകയാണ്. ഈ മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് ആത്മാവിൻ്റെ ജീവൻ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തോടുള്ള സഹിത്വം മനുഷ്യന് ലഭിക്കുക, യേശുക്രിസ്തുവുമായുള്ള വിട്ടുപിരിയാത്തൊരു ബന്ധം ഒരു മനുഷ്യന് ലഭിക്കുക, പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വസിച്ച് നിരന്തരം യേശുക്രിസ്തുവിനോട് കൂടെ നിൽക്കുന്ന ഒരനുഭവം നമുക്ക് ലഭിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിപ്പാനും പാപമരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ നാം ഒരിക്കലും ദൈവരാജ്യത്തിൽ എത്തുകയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. മണവാളൻ വന്നപ്പോൾ ഒരുങ്ങിയിരുന്നവർ, പ്രിയപ്പെട്ടവരെ, 10 കന്യകമാരിൽ 5 പേരുടെ വിളക്ക് കെട്ടുപോയി എന്നും 5 പേര് മണവാളൻ്റെ ആർപ്പുവിളി കേട്ടപ്പോൾ അവർ വിളക്കെടുത്ത് മണവാളനോട് കൂടെ അകത്ത് കടന്നു വാതിലടച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, വിളക്ക് കെട്ടുപോയിരുന്നു, വിളക്കിൽ എണ്ണയില്ലാതിരുന്ന അനുഭവം. അവരും കന്യകമാരായിരുന്നു, ഒരുങ്ങിയിരുന്നവരായിരുന്നു. മണവാളൻ വരുമെന്നവർക്ക് അറിയാമായിരുന്നു. എന്നാൽ മണവാളൻ വന്നപ്പോൾ തക്ക സമയത്ത് അവരുടെ വിളക്ക് കത്തിയില്ല, അവരുടെ എണ്ണ കുറഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, എണ്ണ വാങ്ങി മടങ്ങി വന്നപ്പോഴേക്കും മണവാളനോടുകൂടെ ഒരുങ്ങിയിരുന്നവർ
അകത്ത് കിടന്ന് വാതിലടച്ചു. ദൈവമക്കളെ, മനുഷ്യന് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണോ? അല്ല. വാതിലടയ്ക്കുക, അകത്തും പുറത്തുമായി പോവുക. പ്രിയപ്പെട്ടവർ, ഈ വേദഭാഗത്ത് എങ്ങും പിന്നെ രേഖപ്പെടുത്തിയിട്ടില്ല ആ വാതിൽ തുറന്ന് അവർ പിന്നെ അകത്ത് കയറിയെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. അകത്തും പുറത്തുമായി പോകുന്ന അനുഭവം. ദൈവമക്കളെ, ദൈവരാജ്യത്തിനകത്തും നിത്യദണ്ഡനത്തിലേക്കും പോകുന്ന അനുഭവം. ഒരുങ്ങിയിരുന്നവർ മണവാളനോട് കൂടെ അകത്ത് കടന്നു, വാതിലടച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ട, ഈ പാപത്തിൽ മനുഷ്യൻ ജീവിച്ച് പാപത്തിൽ മരിക്കാൻ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, യഹോവയായ ദൈവം ചോദിക്കുകയാണ്, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പം പോലും താല്പര്യമുണ്ടോ? എനിക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടോ? ഒരു മനുഷ്യൻ ദുഷ്ടനായി മരിക്കുക, പാപത്തിൽ മരിക്കുക, ദൈവത്തെ അറിയാതെ ജീവിച്ച് മരിക്കുക, ദൈവവുമായുള്ള സംസർഗം നഷ്ടപ്പെട്ട് പിശാചിനോടുകൂടെ ജീവിച്ച് മരിച്ചു പോവുക, അവനെയാണ് ദൈവം ദുഷ്ടനെന്ന് പറഞ്ഞിരിക്കുന്നത്. ദുഷ്ടൻ്റെ മരണത്തിൽ ഇപ്പമെങ്കിലും താല്പര്യമുണ്ടോ എന്ന്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ വേദനയാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ പാപത്തിൽ, പിശാചിൻ്റെ ഇഷ്ടത്തിൽ, ദുഷ്ടൻ്റെ ആലോചനയ്ക്ക് ജീവിച്ച് കടന്നുപോയാൽ ആ ആത്മാവിനെ കൊണ്ട് ദൈവത്തിനൊരു പ്രയോജനവുമില്ല. ദൈവമക്കളെ, ആ ആത്മാവ് ഒരിക്കലും ദൈവരാജ്യത്തിൽ എത്തുകയില്ല. അത് പിശാചിൻ്റെ അവകാശത്തിലേക്ക്, പാതാളത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് അല്പം പോലും താല്പര്യമുണ്ടോ? ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ് അവിടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എൻ്റെ താല്പര്യമെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദുഷ്ടനായ മനുഷ്യ, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യ, മദ്യപാനത്തിൽ ജീവിക്കുന്ന സഹോദര, കുടുംബകലത്തിൽ ജീവിക്കുന്ന സഹോദരി, നീ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ മരിച്ച് നിത്യനാശത്തിലേക്ക് പോകണ്ട. ദൈവം നിന്നെ ഓർപ്പിക്കുകയാണ്. നിന്റെ ഈ വഴികളെല്ലാം വിട്ട് നീ മനം തിരിയണം. നീ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം. പാപം വിട്ട് ജീവിക്കണം. എങ്കിലേ നിന്റെ ആത്മാവ് ദൈവരാജ്യത്തിലെത്തുകയുള്ളൂ എന്ന്. ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് അല്പം പോലും താല്പര്യമുണ്ടോ? അവൻ തൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ ദൈവത്തിൻ്റെ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്തോത്രം. ആദാമിൻ്റെ പാപം മൂലം നിത്യനായ ദൈവത്തിൻ്റെ അരുമകുമാരനായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. ഔവണ്ണം. അതിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ച്, ഏതു വണ്ണമാണ് പാപത്തിന് മരിച്ചവരായി നമ്മളെ തന്നെ എണ്ണേണ്ടതെന്ന് വായിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വവുമില്ല. മരണത്തിന് ഇനി യേശു ക്രിസ്തുവിന്റെ മേൽ കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, യേശു ക്രിസ്തു മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. പാപത്തിൻ്റെ ശിക്ഷയേറ്റ് പാപം പേറി യേശു ക്രിസ്തു കാൽവറിയിൽ ഒരിക്കലായി മരിച്ചു. ദൈവത്തിന് സ്തോത്രം. തിരുവചനം പറയും, ഇനി പാപങ്ങൾക്കായി ഒരു യാഗവും ശേഷിച്ചിരിക്കുന്നില്ല. ദൈവമക്കളെ, ഒരിക്കലായി ഒന്നാമതും അവസാനവുമായി യേശു ക്രിസ്തു പാപത്തിനു വേണ്ടി മരിച്ചു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്, അതുപോലെ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ ഓരോരുത്തരും പാപം സംബന്ധമായി ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ നടക്കണം. പാപം എന്നെ തുടരുത്, ലോകം എന്നെ തുടരുത്, അശുദ്ധി എൻ്റെ ജീവിതത്തിൽ വരരുത്, പിശാചിൻ്റെ ഇഷ്ടങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ വരരുത്. എനിക്കെൻ്റെ യേശുവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കണമെന്നുള്ള ആ ഒരു സമർപ്പണം. പാപത്തിൽ ജീവിച്ച മനുഷ്യൻ പാപത്തോട് യാത്ര പറഞ്ഞ് പാപം സംബന്ധമായ ഒരു മരണം ജീവിതത്തിൽ
വന്ന് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ദൈവമക്കളെ, ആ നസ്രായനായ യേശുക്രിസ്തു നമ്മുടെ കുടുംബങ്ങളിലേക്ക്, ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും അരികിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. വചനമാകുന്ന ക്രിസ്തു സഹോദര നിന്നെ തൊടുകയാണ്. നിന്റെ ഉള്ളിൽ ജീവൻ പകരാനവന് മനസ്സാണ്. എൻ്റെ യൗവനക്കാരി, നീ ഇങ്ങനെ നശിക്കണ്ട. നിന്നെ വീണ്ടെടുക്കാൻ യേശുവിന് മനസ്സാണ്. ഒരു വാക്ക് നീ അവനോട് പറഞ്ഞാൽ മതി. കർത്താവേ, ഞാനൊരു പാപിയാണെന്ന്, ഞാൻ പാപത്തിൽ മരിച്ചിരിക്കുകയാണെന്ന്, എൻ്റെ കുടുംബജീവിതം തകർന്നിരിക്കുകയാണെന്ന്, എൻ്റെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിരിക്കുകയാണെന്ന്, എനിക്ക് ആത്മീയമായ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന്. ദൈവമക്കളെ, നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പാപത്തോട് യാത്ര പറയാം. യേശുക്രിസ്തുവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അവൻ വരാറായി. അവൻ്റെ കാഹളനാദം കേൾക്കാറായി. അവൻ്റെ വരവിൽ നമുക്ക് എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ നിൽക്കണം. ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ.